ട്രെയിൻ യാത്രക്കാർക്കായി വിമാനത്താവള മാതൃകയിൽ ലഗേജ് പരിശോധനാ സംവിധാനം നടപ്പിലാക്കും. പ്രവേശന കവാടങ്ങളിലും റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു കടക്കുന്ന ഗേറ്റുകളിലും ബാഗുകൾ സ്കാൻ ചെയ്യാൻ സൗകര്യമൊരുക്കും. പുതിയ നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ അല്ലേ? അത്ര സുഖകരമായ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൽ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകാൻ എല്ലാവർക്കും ഒരു കൗതുകം തന്നെയാണ്. ഇപ്പോൾ അടുത്തിടെ ഇന്ത്യൻ റെയിൽവേയിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ട്രെയിൻ യാത്രക്കാർക്കായി വിമാനത്താവള മാതൃകയിൽ ഒരു ലഗേജ് പരിശോധനാ സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. പ്രവേശന കവാടങ്ങളിലും റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു കിടക്കുന്ന ഗേറ്റുകളിലും ബാഗുകൾ സ്കാൻ ചെയ്യാൻ സൗകര്യം ഇതുവഴി ഒരുക്കുമെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. കർശനമായ ഭാരപരിമിതികളും അധികമോ വലുതോ ആയ ലഗേജുകൾക്ക് പിഴയും ഏർപ്പെടുത്തുന്നതാണ് പുതിയ തീരുമാനം. ഇത് വിമാനത്താവളത്തിനേതിന് സമാനമായ ലഗേജ് പരിശോധനാ സംവിധാനം തന്നെയാണ്. സ്റ്റേഷനുകളുടെ പ്രവേശന കവാടങ്ങളിലോ പുറത്തേക്കുള്ള ഗേറ്റുകളിലോ സ്കാൻ സംവിധാനം കൂടി ഒരുക്കും. ഇതിലൂടെ ലഗേജിന്റെ ഭാരവും പരിശോധിക്കുന്നതായിരിക്കും. ലഗേജ് വലുതോ ഭാരം കൂടുതലോ ആണെങ്കിൽ കടുത്ത പിഴയും ഏർപ്പെടുത്തുമെന്നും റെയിൽവേ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് ഈ സംവിധാനം ഒരുക്കുക. അതായത് പ്രയാഗ്രാജ് ജംഗ്ഷൻ, പ്രയാഗ്രാജ് ജിയോഗി, ഇറ്റാവ, ഗോവിന്ദ്പുരി, അലിഗഡ്, തുണ്ട്ല, മിർസാപൂർ, കാൺപൂർ, അലിഗഡ് ജംഗ്ഷൻ എന്നിവയുൾപ്പെടെ NCR സോണിന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ പുതിയ സംവിധാനം ആരംഭിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ലഗേജിന് നിയന്ത്രണമുണ്ടെങ്കിലും ഇനി മുതൽ കർശനമാക്കാൻ തന്നെയാണ് റെയിൽവേയുടെ തീരുമാനം. ലഗേജുമായി പോകുന്ന യാത്രക്കാർ സ്റ്റേഷനുകളിലെ ഇലക്ട്രോണിക് വെയിങ് മെഷീനുകളിൽ ലഗേജ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും ഇതിലൂടെ കർശനമാക്കും. പരിധിയിൽ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവരിൽ അധിക ചാർജോ പിഴയോ ഈടാക്കുന്നതായിരിക്കും. ഇത് ഓരോ ക്ലാസുകളിലും വ്യത്യാസമുണ്ടാകും. AC ഫസ്റ്റ് ക്ലാസിന് 70 കിലോഗ്രാം, AC 2 ടയറിന് 50 കിലോഗ്രാം, AC 3 ടയറിനും സ്ലീപ്പർ ക്ലാസിനും 40 കിലോഗ്രാം, ജനറൽ ക്ലാസിന് 35 കിലോഗ്രാം വീതവുമാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുക. എന്നാൽ ഭാരപരിധിക്കുള്ളിൽ വന്നാലും സ്ഥലം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ലഗേജ് വെച്ചാലും പിഴ ഈടാക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഈ രീതി നടപ്പിലാക്കുന്ന സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് പരിശോധനകളെല്ലാം കഴിഞ്ഞാൽ മാത്രമാണ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ എയർപോർട്ടിലേതിന് സമാനമായി പ്രീമിയം സ്റ്റോറുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്. വസ്ത്രങ്ങളും ചെരുപ്പുകളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുമടക്കം സാധനങ്ങൾ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും പുതിയ ഷോപ്പുകൾക്ക് അനുമതി നൽകുക. എന്തായാലും എയർപോർട്ടിന് സമാനമായി റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്ര ചെയ്യുമ്പോൾ നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ചേ ലഗേജ് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന യാത്രക്കാർ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും സൂക്ഷിക്കുക. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.